നമ്മളുടെ ശരീരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അതായത് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായും ശരീരം ശവമായി മാറും. പിന്നീട് നമ്മൾക്ക് പലതരത്തിൽ അതിനെ സംസ്കരിക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ പലരും പറയുന്നത്. ബന്ധുമിത്രാദികളെല്ലാം കൂടി ദഹിപ്പിക്കുകയോ മറ്റ് പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ ശരീരത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ ശരീരം തന്നെ ജ്യോതി വടിവായി പോയ, അല്ലെങ്കിൽ ശരീരം തന്നെ വെളിച്ചമായി മാറിയ, അല്ലെങ്കിൽ മാറ്റിയ ഒരു മഹാസിദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ സിദ്ധന്റെ സമാധിക്ക് ശേഷം ഈ മഹാഗുരുവിൻ്റെ ശരീരം തന്നെ വെളിച്ചമായി മാറി, അല്ലെങ്കിൽ ജ്യോതി വടിവായി എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നീട് ബ്രിട്ടീഷുകാർ വന്ന്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വന്ന് നോക്കിയപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരവശേഷിപ്പും കണ്ടെത്താൻ സാധിച്ചില്ല എന്നൊക്കെ നമ്മൾ കേട്ടുവരുന്ന, ബ്രിട്ടീഷുകാർ പോലും തലകുനിച്ച ആ മഹാഗുരുവിനെ കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. രാമലിംഗം എന്നായിരുന്നു ഈ ഗുരുവിൻ്റെ പേര്. 1823 ഒക്ടോബർ 5:54 വൈകുന്നേരമാണ് ഇദ്ദേഹം ജനിക്കുന്നത്. രാമലിംഗം എന്ന് ജനിച്ചപ്പോൾ ഇട്ട പേരാണെങ്കിലും പൂർവാശ്രമ നാമമാണെങ്കിലും യഥാർത്ഥമായി നമ്മൾ അറിയുന്നത് ഈ സിദ്ധനെ വള്ളലാർ എന്നുള്ള പേരിലാണ്. വള്ളലാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിലേക്ക് ഒരു കാര്യം ഓടിയെത്തിയിട്ടുണ്ടാവും. അരുൾപ്പെരും ജ്യോതി, അരുൾപ്പെരും ജ്യോതി, തനുപ്പെരും കരുണൈ, അരുൾപ്പെരും ജ്യോതി എന്നുള്ളത്. ആ ജ്യോതി വടിവായിട്ടുള്ള ഭഗവാനെ ആരാധിച്ച്, അല്ലെങ്കിൽ ബ്രഹ്മത്തെ ആരാധിച്ച്, ആ ബ്രഹ്മത്തിൽ തന്നെ വിലയം പ്രാപിച്ച രാമലിംഗം എന്ന വള്ളലാർ പെരുമാൻ്റെ കഥയാണ് പറയുന്നത്. വള്ളലാർ പെരുമാൻ ജനിച്ച് 5 മാസമുള്ളപ്പോൾ വള്ളലാർ പെരുമാനെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഭഗവാന്റെ ആരതി ഒഴിയുന്ന ആ വേളയിൽ കൈകൊട്ടി ചിരിക്കുകയും ഭഗവാനെ നോക്കി ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മുതൽ തന്നെ ജ്യോതി രൂപമായിട്ടുള്ള ഭഗവാനോടുള്ള അടുപ്പം ജനിച്ച 5-ാം മാസം മുതൽ തന്നെ വള്ളലാർ പെരുമാൻ നമ്മൾക്ക് കാട്ടിത്തന്നിരുന്നു. വള്ളലാർ പെരുമാൻ ജനിച്ചത് തമിഴ്നാട്ടിലെ ചിദംബരത്തിനടുത്ത് മരുടൂർ എന്നുള്ള ഒരു പ്രദേശത്താണ്. ആ ജനനത്തിന് ശേഷം നമ്മളുടെ വള്ളലാർ പെരുമാൻ ജനിച്ച് 6 മാസത്തിന് ശേഷം വള്ളലാർ പെരുമാൻ്റെ പിതാവായിട്ടുള്ള രാമയ്യ മരണപ്പെടുകയായിരുന്നു. രാമയ്യ ഒരു കണക്കപ്പിള്ളയും അതുപോലെ തന്നെ അധ്യാപകനുമായിരുന്നു ആ പ്രദേശത്തെ. വളരെ നല്ല രീതിയിലായിരുന്നു ആ കുടുംബം ജീവിച്ചു വന്നിരുന്നത്. എങ്കിൽ 5 മക്കളിൽ 5-ാമനായി വള്ളലാർ പെരുമാൻ ജനിച്ച് കൃത്യം 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഈ വിയോഗം വലിയ രീതിയിൽ ആ കുടുംബത്തെ തളർത്തിയിരുന്നു. അതിനുശേഷം വള്ളലാർ പെരുമാൻ്റെ അമ്മയായിട്ടുള്ള ചിന്നമ്മ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. 5 മക്കളെയും കൂട്ടി ഏതെങ്കിലും ഒരു പട്ടണ പ്രദേശത്തേക്ക് പോയെങ്കിൽ മാത്രമേ ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സ്ഥലത്ത് കുറേ കാലം നമ്മൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല, കാരണം അച്ഛൻ്റെ വിയോഗം അത്രത്തോളം തളർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും നഗരത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വള്ളലാർ പെരുമാൻ്റെ അമ്മയും അതുപോലെ തന്നെ മൂത്ത ജ്യേഷ്ഠനായിട്ടുള്ള സഭാപതിയും മനസ്സിലാക്കുകയാണ്. അതിനുശേഷം ചെന്നൈയിലേക്ക് താമസം മാറുന്നു. സഭാപതി പിള്ള എന്ന വള്ളലാർ പെരുമാൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അതിനുശേഷം കാഞ്ചീപുരത്തേക്ക് പോവുകയാണ് ഉപരി വിദ്യാഭ്യാസത്തിനായി. അവിടെ പോകുന്ന സഭാപതി മുതലിയാർ എന്നുള്ള ഒരു ഗുരുവിന് കീഴിൽ വിദ്യ പഠിക്കാനാണ് പോകുന്നത്. അത് ഏത് തരം വിദ്യയാണെന്ന് ചോദിച്ചാൽ പുരാണത്തെക്കുറിച്ചും അല്ലെങ്കിൽ സംസ്കൃതമൊക്കെയാണ് പഠിച്ചിരുന്നത്. അങ്ങനെ കൃതികൾ വായിക്കാനും അതുപോലെ തന്നെ പ്രസംഗങ്ങൾ നടത്താനും ആത്മീയ പ്രഭാഷണങ്ങൾ നടത്താനുമാണ് അവിടെ നിന്ന് പഠിച്ചിട്ട് വരുന്നത്. അങ്ങനെ സഭാപതി പിള്ളയുടെ ആത്മീയ പ്രഭാഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള പാഠങ്ങളിലൂടെയും മറ്റ് വിദ്യാർത്ഥികൾക്ക് പാഠം എടുത്തു കൊടുക്കുന്നത്, അതായത് ആത്മീയമായ പാഠങ്ങൾ എടുത്തു കൊടുക്കുന്നതിലൂടെയും സമ്പാദിച്ച പണം വെച്ചാണ് പിന്നെ ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. വള്ളലാർ പെരുമാൻ്റെ ഇതേ മൂത്ത ജ്യേഷ്ഠൻ തന്നെയാണ് അദ്ദേഹത്തിന് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം 4 വയസ്സ് വരെ കൊടുത്തത്. അതിനുശേഷം സഭാപതി പിള്ളയുടെ ഗുരുവായിട്ടുള്ള സഭാപതി മുതലിയാരുടെ അടുത്തേക്ക് കാഞ്ചീപുരത്തേക്ക് അനിയനെയും അയക്കുകയാണ്. അവിടെ ചെന്ന് വള്ളലാർ പെരുമാൻ നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസം കൈക്കൊണ്ടെങ്കിലും അവിടെ സഭാപതി മുതലിയാർ എന്ന സഭാപതി പിള്ളയുടെ ഗുരു ഒരു കാര്യം ജ്യേഷ്ഠനോട് പറയുകയാണ്. നിന്റെ അനിയനായിട്ടുള്ള ഈ രാമലിംഗം, അതായത് നമ്മളുടെ വള്ളലാർ പെരുമാനെ പഠിപ്പിക്കാനുള്ള യോഗ്യത എനിക്കില്ല, അത്രത്തോളം അറിവ് ഇവൻ ഈ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ 8 വയസ്സാണ് നമ്മളുടെ വള്ളലാർ പെരുമാനുള്ളത്. ആ 8 വയസ്സിൽ തിരിച്ച് നാട്ടിലേക്ക്, ചെന്നൈയിലേക്ക് തന്നെ വരികയാണ് നമ്മളുടെ വള്ളലാർ പെരുമാൻ. അത്രത്തോളം വിദ്യാഭ്യാസമൊക്കെ നേടിക്കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നതിന് ശേഷം നമ്മളുടെ വള്ളലാർ പെരുമാൻ ഒരിക്കലും പിന്നീട് വീട്ടിൽ താമസിച്ചില്ല എന്നുള്ളതാണ്. ചെന്നൈയിലെ തൻ്റെ വീട്ടിൽ താമസിച്ചേയില്ല. അതിനു പകരം സദാസമയം ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു. മുരുകൻ്റെ സ്കന്ദസ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത്. ആ ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു നമ്മളുടെ വള്ളലാർ പെരുമാൻ പിന്നീട് പലതരത്തിലുള്ള മുരുക സ്തുതികൾ ചൊല്ലിയും അതുപോലെ തന്നെ ഒരുപാട് കീർത്തനങ്ങൾ എഴുതിയും ഭഗവാൻ മുരുകനെ സ്തുതിച്ച് ആ ക്ഷേത്രത്തിൽ തന്നെ നിലകൊള്ളുകയായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, 6000-ഓളം കൃതികൾ നമ്മളുടെ വള്ളലാർ പെരുമാൻ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ അതിൽ ആദ്യത്തെ കൃതികളൊക്കെ വരുന്നത് ആ ക്ഷേത്രത്തിന് അടുത്ത് നിന്നാണ്, ആ ക്ഷേത്രത്തിൽ നിന്നാണ്. അപ്പോൾ ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതറിഞ്ഞ സഭാപതി എന്ന വള്ളലാർ പെരുമാൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വള്ളലാർ പെരുമാനെ വളരെ വലിയ രീതിയിൽ ശകാരിക്കുകയും, നീ തിരിച്ച് വീട്ടിൽ വരണം, നീ പാഠം പഠിക്കാൻ പോകണം, നീ വിദ്യാഭ്യാസം നേടണം, നീ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറയുമ്പോഴും വള്ളലാർ പെരുമാൻ ഒരിക്കലും അത് കേൾക്കുന്നില്ല. അതിനുശേഷം വള്ളലാർ പെരുമാൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയോട് പറയുന്നു, നീ ഇനി ഇവന് ആഹാരം കൊടുക്കാൻ പാടില്ല, ഇവന് ഏത് രീതിയിൽ വന്നാലും ആഹാരം കൊടുക്കാൻ പാടില്ല, ഇവൻ ആ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വന്നെങ്കിൽ മാത്രമേ നീ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ വള്ളലാർ പെരുമാൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ വള്ളലാർ പെരുമാൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, നീ തിരിച്ചു വരണമെന്ന് പറഞ്ഞ് ആ ഒരു സങ്കടത്തിന് മുന്നിൽ വള്ളലാർ പെരുമാൻ സമ്മതിക്കുകയും പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തുകയും മുകളിലത്തെ നിലയിൽ ജ്യേഷ്ഠനും കുടുംബവും താമസിച്ചിരുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിൽ അദ്ദേഹം സ്ഥാനമുറപ്പിക്കുകയും ആഹാരം കഴിക്കുന്നതിന് ഒഴിച്ച് വേറെ ഒരു സമയം പുറത്തു വരാതെ സദാസമയം മുരുകൻ്റെ കീർത്തനങ്ങൾ പാടി ആ മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടുകയുമാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ദിവസം ഒരു മഹാ അത്ഭുതം സംഭവിച്ചു. ഇതാണ് വള്ളലാർ പെരുമാൻ്റെ ജീവിതത്തിൽ പറയുന്ന ആദ്യത്തെ അത്ഭുതം. അതെന്താണെന്നറിയാമോ? വള്ളലാർ പെരുമാൻ വളരെ വലിയ രീതിയിൽ തന്നെ മുരുകനോടുള്ള ഭക്തിയിൽ മുഴുകിയിരുന്നു. അങ്ങനെ മുരുക സ്തുതിയിൽ മതിമറന്നു നിന്ന ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പ്രതിബിംബം പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയിൽ, അതായത് ഭഗവാന്റെ ഫോട്ടോയോ ഒന്നുമല്ല, വള്ളലാർ പെരുമാൻ മുഖം നോക്കുന്ന കണ്ണാടിയിൽ മുരുകൻ പ്രത്യക്ഷമാകുകയാണ്, മുരുകൻ്റെ രൂപം പ്രത്യക്ഷമാകുകയാണ്, മുരുകൻ്റെ സാക്ഷാത് ദർശനം കിട്ടുകയാണ്. ആ ഒരു മുരുക ദർശനമാണ് വള്ളലാർ പെരുമാൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ആത്മീയമായ ഉണർവിൻ്റെ തുടക്കം കുറിച്ച കാര്യം. ആ 9ാമത്തെ വയസ്സിൽ കിട്ടിയ ദർശനം നമ്മളത് മനസ്സിലാക്കണം. 9ാമത്തെ വയസ്സിലാണ് ആ ആത്മീയമായ ദർശനം കിട്ടുന്നത്, ആത്മീയമായ ഉണർവുണ്ടാകുന്നത്. ആ സമയത്താണ് വള്ളലാർ പെരുമാൻ്റെയും വള്ളലാർ പെരുമാൻ്റെ ജ്യേഷ്ഠൻ്റെയും ഗുരുവായിട്ടുള്ള സഭാപതി മുതലയാർ ഇദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ, വള്ളലാർ പെരുമാൻ്റെ കീർത്തനങ്ങളൊക്കെ കേൾക്കുന്നതും ഇത് സാധാരണ ഒരു മനുഷ്യനല്ല, ദിവ്യ അവതാരമാണെന്ന് ജ്യേഷ്ഠനോട് പറയുകയും ചെയ്യുന്നത്. അതോടുകൂടി ജ്യേഷ്ഠൻ ഒരു കാര്യം ബോധ്യപ്പെടുന്നു, ഇത് സാധാരണ ഒരു കുട്ടിയല്ല, ഇത് ആത്മീയമായി ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു മഹായോഗിയാണ് എന്നുള്ള ബോധമുണ്ടാകുന്നു. അതിനുശേഷം വള്ളലാർ പെരുമാൻ്റെ പെരുമ സ്വന്തം വീട്ടിൽ തന്നെ അംഗീകരിക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾക്കറിയാം, സഭാപതി പിള്ള എന്ന വള്ളലാർ പെരുമാൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന ആത്മീയമായി വലിയ രീതിയിൽ പ്രഭാഷണങ്ങൾ നടത്തുകയും ഒരുപാട് വിദ്യാർത്ഥികളുമുള്ള ഒരു മാഷുമാണ്. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ആത്മീയ പ്രഭാഷണങ്ങളും ആത്മീയമായ തത്വങ്ങളും പറയുന്നൊരു ഗുരുവായും കൂടെ വിളങ്ങുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയിരിക്കെ സഭാപതി പിള്ളയ്ക്ക് ഒരു ദിവസം ഒരു രോഗം വരികയാണ്. ആ രോഗം വരുന്ന സമയത്ത് താൻ ഏറ്റെടുത്തിരുന്ന ആത്മീയ പ്രഭാഷണം തനിക്ക് നടത്താൻ പറ്റാതെ പോകുമോ എന്ന് ശങ്കിച്ചു നിന്നപ്പോൾ താൻ ഏറ്റെടുത്തിരുന്ന ആത്മീയ പ്രഭാഷണങ്ങൾ മുടങ്ങാതിരിക്കാൻ വേണ്ടി തൻ്റെ 9 വയസ്സുള്ള അനിയനെ രാമലിംഗത്തെ, അതായത് നമ്മളുടെ വള്ളലാർ പെരുമാനെ ആ ദൗത്യം ഏൽപ്പിക്കുകയാണ്. ആ ദൗത്യം ഏറ്റെടുത്ത നമ്മളുടെ വള്ളലാർ പെരുമാൻ വളരെ മനോഹരമായി തന്നെ ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുകയും ആയിരക്കണക്കിന് ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമാകുകയും ഒരുപാട് പേരുടെ ആത്മീയ ചോദ്യങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ആത്മീയമായ പല തത്വങ്ങളും ആ നിമിഷം മുതൽ തന്നെ പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പേർക്ക് ഇദ്ദേഹത്തിൻ്റെ ആത്മീയമായ ഉയർവിനെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാകുകയാണ്. ആരുടെ? നമ്മളുടെ വള്ളലാർ പെരുമാൻ്റെ ആത്മീയ ആ ഒരു തലത്തെക്കുറിച്ച് ആ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം ഒരു ബോധമുണ്ടാകുകയാണ്. അവർക്കെല്ലാം വള്ളലാർ പെരുമാനോടൊരു പ്രത്യേക സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടാകുകയാണ് 9ാമത്തെ വയസ്സിൽ. അതിനുശേഷം ആത്മീയമായ മറ്റൊരു പാതയിലേക്ക് നമ്മളുടെ വള്ളലാർ പെരുമാൻ കടക്കുകയാണ് 12ാമത്തെ വയസ്സിൽ. തിരുവൊട്ടിയൂർ എന്ന പേരിൽ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു വള്ളലാർ പെരുമാൻ്റെ വീടിന് തൊട്ടടുത്തായിട്ട്. ആ ക്ഷേത്രത്തിലേക്ക് എന്നും നടന്നു പോവുകയും 2 നേരം ദർശനം നടത്തുകയും അവിടെ ധ്യാനിക്കുകയും ഒക്കെ ആയിരുന്നു നമ്മളുടെ രാമലിംഗം എന്ന വള്ളലാർ പെരുമാൻ്റെ ജീവിതചര്യയിലെ പ്രധാന കാര്യം. അതോടുകൂടി തന്നെ ആത്മീയമായി പല ഉയരങ്ങളിലേക്കും നമ്മളുടെ വള്ളലാർ പെരുമാൻ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ 27ാമത്തെ വയസ്സിൽ തൻ്റെ കുടുംബക്കാരുടെ എല്ലാം നിർബന്ധത്തിന് വഴങ്ങി 1850 27 വയസ്സുള്ളപ്പോൾ വള്ളലാർ പെരുമാൻ വിവാഹം കഴിക്കാൻ നിശ്ചയിക്കുന്നു. ആ കുടുംബക്കാരുടെ എല്ലാ നിർബന്ധത്തിനും വഴങ്ങി സഹോദരിയുടെ പുത്രിയെ തന്നെയാണ് വള്ളലാർ പെരുമാൻ വിവാഹം കഴിക്കാൻ നിശ്ചയിക്കുന്നത്. എങ്കിൽ ഒരു തരത്തിലുള്ള താല്പര്യവും വള്ളലാർ പെരുമാൻ ഇല്ലായിരുന്നു. കുടുംബക്കാരുടെയും വീട്ടുകാരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയ ഈ വിവാഹത്തിന് വള്ളലാർ പെരുമാൻ സമ്മതിക്കുന്നത്. എങ്കിലും ഒരു തരത്തിലും വിവാഹ ജീവിതത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല വള്ളലാർ പെരുമാൻ. അതുകൊണ്ട് തന്നെ 1858 വള്ളലാർ പെരുമാൻ ചെന്നൈയിൽ നിന്ന് 1858 കടലൂർ എന്ന പ്രദേശത്തേക്ക് ചെല്ലുന്നു. അവിടെ 1865 സമരസ സന്മാർഗ സഭ എന്നുള്ളൊരു സഭ തുടങ്ങുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രമാണിയായിട്ടുള്ള തിരുവെങ്കിടം എന്ന ആള് വള്ളലാർ പെരുമാനോട് അവരുടെ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് പറയുന്നു. വള്ളലാർ പെരുമാൻ പ്രകാരം 9 വർഷം കരിങ്കുഴി എന്ന ഗ്രാമത്തിൽ താമസിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആ പ്രദേശത്ത്
നമ്മളുടെ വള്ളലാർ പെരുമാൻ തങ്ങിയിരുന്ന സമയത്താണ് ഒരുപാട് ആത്മീയമായിട്ടുള്ള അറിവുകളും ഉദ്ബോധനങ്ങളും ഒക്കെ പല മനുഷ്യർക്ക് ഏകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് ജാതിക്കും മതത്തിനും, ജാതി മതം എന്ന ഇരുട്ടിന് അപ്പുറം, പ്രത്യേകിച്ച് ജാതി എന്നുള്ള ഇരുട്ടിനപ്പുറം എല്ലാവരും സോദരത്തേന ഏകമായി വാഴണമെന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ പോലെ തന്നെ മഹത്കരമായിട്ടുള്ള ആശയമായിരുന്നു വള്ളലാർ പെരുമാൻ്റെയും. ജാതി എന്നുള്ള ഇരുട്ടിൽ പെട്ടുകിടക്കരുത് എന്നും എല്ലാ മനുഷ്യരും ഒന്നുപോലെ നിൽക്കണമെന്നും ഒരു പുൽനാമ്പിന് പോലും അപകടം വരുത്തരുത്, അതിനെപ്പോലും ദ്രോഹിക്കരുതെന്നും വള്ളലാർ പെരുമാൻ പറഞ്ഞു. എല്ലാത്തിനോടും കരുണയുണ്ടായിരിക്കണമെന്നും ഭഗവാനോടുള്ള സേവ എന്ന് പറയുന്നത് ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നതാണ്, അന്നം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ആത്മീയമായ കാര്യമെന്നും അന്നത്തിലാണ് ദൈവമുള്ളതെന്നും ഒരാളുടെ വിശക്കുന്ന ആളുടെ വിശപ്പ് മാറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ മനുഷ്യനാകുന്നതെന്നും ആത്മീയമായ ഉയരങ്ങളിലേക്ക് പോകുന്നതെന്നും വള്ളലാർ പെരുമാൻ പറഞ്ഞു. ഏക ദൈവമേ ഉള്ളൂ, ആ ദൈവം ജ്യോതിസ്വരൂപനാണ്, ദിവ്യമായ വെളിച്ചമാണ്, കോടിക്കണക്കിന് സൂര്യന്മാർക്ക് തുല്യമായി നിൽക്കുന്ന ആ ആത്മീയ പ്രകാശമാണ് ദൈവമെന്നും ആ ദൈവത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ സഹജീവികളോട് കാരുണ്യം പുലർത്തണമെന്നും ഒരിക്കലും ഒരു മൃഗത്തെയോ പക്ഷിയെയോ ഒരു പുൽനാമ്പിനെയോ പോലും വേദനിപ്പിക്കരുതെന്നും വള്ളലാർ പെരുമാൻ പറഞ്ഞു. ആത്മീയമായി ഉയരണമെങ്കിൽ, ദൈവത്തോട് അടുക്കണമെങ്കിൽ ഇതെല്ലാം നമ്മൾ പാലിക്കണമെന്ന് പറഞ്ഞു. വാടിയ പയറെ കണ്ടപോതെല്ലാം വാടിനേൻ എന്ന് വള്ളലാർ പെരുമാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെടി വാടിപ്പോയാൽ പോലും ഞാനും വാടും വള്ളലാർ പെരുമാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പുൽനാമ്പിനോട് പോലുള്ള കരുണയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അരുൾ പെരും ജ്യോതി തനിപ്പെരും കരുണയെ അരുൾ പെരും ജ്യോതി എന്നും ഒക്കെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ആത്മീയമായിട്ടുള്ള ഉണർവ് തന്നിട്ടുള്ള വള്ളലാർ പെരുമാൻ്റെ ചില അത്ഭുത കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. മെയ് 23, 1867 സത്യധർമ്മശാലൈ എന്നുള്ള പേരിൽ ആഹാരം കൊടുക്കുന്ന, പട്ടിണി കിടക്കുന്നവർക്ക്, പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കുന്ന, അന്നം കൊടുക്കുന്ന ഒരു അന്നദാന മണ്ഡപം ആരംഭിക്കുകയാണ്. ആ അന്നദാന മണ്ഡപത്തിൽ അടുപ്പിൽ വള്ളലാർ പെരുമാൻ കൊളുത്തിയ അഗ്നി ഇന്നേ വരെ കിട്ടിയിട്ടില്ല, ഈ നിമിഷം വരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ 157 വർഷമാകുന്നു ആ ഒരു അഗ്നി കൊളുത്തിയിട്ട്, ഇന്നേ വരെ കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല കൊറോണ കാലത്ത് പോലും ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസവും ഭക്ഷണം കൊടുത്തിരുന്നു. ഇപ്പോഴും വിശന്ന് പോകുന്ന ഏതൊരാൾക്കും സത്യധർമ്മശാലയിൽ ചെന്നാൽ ആഹാരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇങ്ങനെ അത്ഭുതങ്ങളുടെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാട് കാര്യമുണ്ട്. ഈ ഒരു സമയത്താണ് ഈ സത്യധർമ്മശാലയൊക്കെ തുടങ്ങിയ ആ ഒരു സാഹചര്യത്തിലാണ് വള്ളലാർ പെരുമാൻ്റെ ശരീരത്തിനും ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ആ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വള്ളലാർ പെരുമാൻ്റെ ശരീരം തന്നെ ജ്യോതി രൂപമാകുന്നത് കൂടെയുള്ള ആളുകൾക്ക്, ഭക്തർക്ക് കാണാൻ സാധിക്കുമായിരുന്നു. വളരെയധികം ദിവ്യപ്രകാശം വള്ളലാർ പെരുമാനിൽ നിന്ന് വരുന്നതായിട്ട് പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും പലരും ഫോട്ടോ എടുക്കാൻ ആളെ കൊണ്ടുവന്ന് 8 തവണ ശ്രമിച്ചിട്ട് പോലും വള്ളലാർ പെരുമാൻ്റെ ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഓൺ റെക്കോർഡായിട്ട് ഇന്നും എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അന്ന് എടുത്ത ഫോട്ടോയിൽ കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഇന്നും പലർക്കും അറിയാവുന്ന കാര്യമാണ്, വെറുതെ പറയുന്നതല്ല. അതുപോലെ തന്നെ ബ്രിട്ടീഷ് റെക്കോർഡിൽ ഒരു കാര്യമുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ വള്ളലാർ പെരുമാൻ്റെ ഫോട്ടോ പോലും എടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അത്രത്തോളം ദിവ്യ ജ്യോതിയായി മാറിയിരുന്നു, ശരീരത്തിനപ്പുറം ദിവ്യ ജ്യോതിയായി മാറിയിരുന്നു. വള്ളലാർ പെരുമാൻ്റെ നിഴൽ പോലും ഇല്ലാതായിരുന്നു, അത്രത്തോളം ദിവ്യ ജ്യോതിയായി, ദിവ്യ ഉടലായി മാറിയിരുന്നു. ആ ഒരു തലത്തിലാണ് പലരും സൂര്യനെ കാണുന്നത് പോലെയാണ് വള്ളലാർ പെരുമാനെ കാണുന്നതെന്ന് പറഞ്ഞത്. പെരുമഴയത്ത് ഭക്തജനങ്ങളെല്ലാം നനഞ്ഞപ്പോഴും വള്ളലാർ പെരുമാൻ്റെ ദേഹത്ത് ഒരു തുള്ളി ജലം വീണില്ല. കാരണം വീഴുന്ന ജലം അപ്പോൾ തന്നെ ആവിയായി പോകുകയായിരുന്നു. അത്രത്തോളം ആത്മീയ ജ്യോതിയിലേക്ക് വള്ളലാർ പെരുമാൻ്റെ ശരീരം പോലും പരിവർത്തനപ്പെട്ടു എന്നുള്ള ആ അത്ഭുതം നമ്മൾക്ക് വിളിച്ചു കാട്ടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വള്ളലാർ പെരുമാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതങ്ങളിൽ ഒന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ജീവിതം മാറ്റിയിട്ടുണ്ട്. ഒരിക്കൽ വള്ളലാർ പെരുമാനെ ആക്രമിക്കാനായി ഒരു കൊള്ളസംഘം വരികയും ഉയർത്തിയ കൈ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന്, ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഉയർത്തിയ കൈ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വള്ളലാർ പെരുമാൻ പറയുകയും കൈ അനക്കാൻ പറ്റാതെ അതേപടി നിൽക്കുകയും ചെയ്തു കൊള്ളക്കാർ. അതിനുശേഷം വള്ളലാർ പെരുമാനോട് ക്ഷമ ചോദിച്ചതിനു ശേഷം അങ്ങ് ആരാണെന്ന് അറിയാതെ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വള്ളലാർ പെരുമാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മോട്ടിച്ചും ഒന്നും ജീവിക്കരുത്, നല്ല രീതിയിൽ മുന്നോട്ട് പോകൂ, സന്മാർഗത്തിൽ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞ് ഒരുപാട് പേരെ നേരായ മാർഗത്തിലേക്ക് ഉയർത്തിയ മഹാപുരുഷനാണ് വള്ളലാർ പെരുമാൻ. ഇനിയാണ് വള്ളലാർ പെരുമാൻ്റെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വലിയ അത്ഭുതമായി കരുതപ്പെടുന്ന ഒരു കാര്യം സംഭവിച്ചത്. ഏറ്റവും വലിയ കാര്യമായിട്ട് ഇന്നും വള്ളലാർ പെരുമാൻ്റെ ഭക്തർ പറയുന്ന കാര്യമാണ്. 1974 ജനുവരി 30 തൈപ്പൂയത്തിൻ്റെ അന്ന് വള്ളലാർ പെരുമാൻ സിദ്ധിവലകത്തിലെ ഒരു മുറിയിലേക്ക് കടക്കുകയാണ്. കടന്നതിനു ശേഷം വള്ളലാർ പെരുമാൻ ശിഷ്യന്മാരോടായി ഇങ്ങനെ പറഞ്ഞു, ഒരിക്കലും ഈ മുറി തുറക്കാൻ പാടില്ല, കുറച്ചു കാലത്തേക്ക് തുറക്കാൻ പാടില്ല, ഞാൻ ധ്യാനിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വാതിൽ അടച്ചു.
അടച്ചതിനു ശേഷം ധ്യാനിക്കാൻ തുടങ്ങി. ആ ധ്യാനിച്ച നമ്മളുടെ വള്ളലാർ പെരുമാൻ ജ്യോതി വടിവമായി മാറി. അതായത് സ്വന്തം ശരീരത്തെ പരബ്രഹ്മമായിട്ടുള്ള ആ അരുൾപ്പെരും ജ്യോതി എന്ന ദിവ്യ ചൈതന്യത്തിലേക്ക് അലിയിച്ചു ചേർത്തു. സ്വന്തം ശരീരത്തെ പോലും ദിവ്യ ജ്യോതിയാക്കി മാറ്റി വള്ളലാർ പെരുമാൻ. പലരും ഇത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അവരെല്ലാം സ്തബ്ധരായിപ്പോയി, വിശ്വസിച്ചു പോയി ഒരു കാര്യം സംഭവിച്ചപ്പോൾ. കൃത്യം 2 മാസം കഴിഞ്ഞ് 1874 മെയ്യിൽ ബ്രിട്ടീഷ് അധികാരികൾ ഈ കാര്യം അറിഞ്ഞു വരികയും ഒരാൾ ഇങ്ങനെ ഒരു മുറിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്, പിന്നീട് അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല എന്ന് പറയുകയും ആ മുറി തുറക്കാൻ ആവശ്യപ്പെടുകയും മുറി തുറന്നപ്പോൾ ആ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല. പച്ചക്കർപ്പൂരത്തിൻ്റെ വാസന, വിഭൂതി വാസന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മനുഷ്യനെയും അവിടെ കണ്ടില്ല. അതിനുശേഷം പല ബ്രിട്ടീഷ് അധികാരികളും വന്ന് പരിശോധിച്ചു. അതിനുശേഷം ഡോക്ടർമാർ വന്നു. എല്ലാവരും ഒരേ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, അവിടെ ഒരു തരത്തിലുള്ള അവശേഷിപ്പുമില്ല, ഒരു ശരീരത്തിൻ്റെതായ ഒരു സൂചനയുമില്ല. അതിനുശേഷം 1906 ബ്രിട്ടീഷുകാർ പ്രസിദ്ധീകരിച്ച ദ മദ്രാസ് ഡിസ്ട്രിക്ട് ഗസറ്റിയർ എന്നുള്ളൊരു പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ പോലും സമ്മതിച്ച ഒരു കാര്യമാണ് വള്ളലാർ പെരുമാന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന്. ഒരു ബ്രിട്ടീഷ് അധികാരിക്കും ഇന്നേ വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇത് ആത്മീയമായ ഏറ്റവും വലിയ സത്യമാണ്. വള്ളലാർ പെരുമാൻ ദിവ്യ ജ്യോതിയായി മാറി എന്നുള്ളതാണ് ഇന്നേ വരെ ഭക്തരായിട്ടുള്ള എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരിക്കൽ തൈപ്പൂയത്തിൻ്റെ അന്ന് സിദ്ധിവലാകത്തിലെ നമ്മളുടെ വള്ളലാർ പെരുമാൻ ജ്യോതി രൂപമായി മാറിയ ആ മുറിയിലെ ഒരു ജനലിൻ്റെ ഒരു പാളി മാത്രം തുറന്ന് അതിലൂടെ നമ്മൾക്ക് വള്ളലാർ പെരുമാൻ ധ്യാനിച്ചിരുന്ന ഏത് ദിവ്യ ജ്യോതിയെ നോക്കിയായിരുന്നോ വള്ളലാർ പെരുമാൻ ധ്യാനിച്ചിരുന്നത്, ആ ദർശനം നമ്മൾക്കും കിട്ടും. ഇപ്പോഴും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മഹാ അത്ഭുതം സൃഷ്ടിച്ച ആ മഹാഗുരു 1874 ജനുവരി 30 മഹാസമാധി അല്ലെങ്കിൽ ആ ദിവ്യജ്യോതിയായി പരിണമിച്ചത് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ പരബ്രഹ്മമെന്ന, സത്യമെന്ന, ദൈവമെന്ന ആ ജ്യോതിയിലേക്ക് വിലയം പ്രാപിച്ച ആ മഹാഗുരു നമ്മളിലേക്ക് തന്ന ആ സന്ദേശം എന്ന് പറയുന്നത് ഒരു പുൽനാമ്പിനെ പോലും വേദനിപ്പിക്കരുതെന്നാണ്, ഒരിക്കലും പക്ഷി മൃഗാദികളെ കൊന്നു ഭക്ഷിക്കരുതെന്നാണ്, ഒരിക്കലും ഒന്നിനെയും ഉപദ്രവിക്കരുതെന്നാണ്. അതിനപ്പുറം നമ്മൾക്ക് പറ്റുമെങ്കിൽ ഒരാളുടെ വിശപ്പകറ്റണം. വിശന്നിരിക്കുന്ന ഒരാളുടെ വിശപ്പകറ്റുമ്പോഴാണ് ഭഗവാന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഏറ്റവും വലിയ ആത്മീയമായിട്ടുള്ള ക്രിയ, അതാണ് ഏറ്റവും വലിയ പൂജ എന്നാണ് നമ്മളുടെ വള്ളലാർ പെരുമാൻ നമ്മൾക്ക് മനസ്സിലാക്കി തന്നത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നമ്മളുടെ മനസ്സിലേക്കും കൊണ്ടുവരിക. വള്ളലാർ പെരുമാൻ്റെ മുന്നിൽ നമ്മളും നമസ്കരിക്കുക. അഹോബിലം.